നമസ്കാരം 140 ന്യൂസിലേക്ക് സ്വാഗതം. ഇന്ത്യയുടെ തലസ്ഥാന നഗരിയായ ഡൽഹിയിൽ ഈ അടുത്ത കാലത്തായി രൂപീകരിച്ച CJP പ്രസ്ഥാനം പാർലമെന്റിലേക്ക് നടത്തിയ മാർച്ചും അതിനനുബന്ധമായി നടന്ന പോരാട്ടവും ഒരു ജനാധിപത്യ രാജ്യത്തിന് ചേരാത്ത മുഖമാണ് വരച്ചിട്ടത്. ഇവിടെ നമ്മൾ ചർച്ച ചെയ്യുന്നത് രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, ആരാണ് CJP-യുടെ ലക്ഷ്യം എന്തായിരുന്നു? നമ്പർ 2, CJP-യുടെ ലക്ഷ്യങ്ങളെ എന്തുകൊണ്ട് കേന്ദ്ര ഗവൺമെന്റ് അംഗീകരിക്കുന്നില്ല? നമുക്കാദ്യം CJP എന്താണെന്ന് നോക്കാം. സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് തൊഴിലില്ലാത്ത യുവാക്കളെയും സോഷ്യൽ മീഡിയ പ്രവർത്തകരെയും പാറ്റകൾ, കോക്രോച്ചസ് എന്നും സമൂഹത്തിലെ പരാതങ്ങളെന്നും ഉപമിച്ച പരാമർശത്തിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് CJP എന്ന വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന് രൂപം കൊടുത്തത്. കോക്രോച്ച് ജനതാ പാർട്ടി എന്ന CJP കേന്ദ്ര സർക്കാരിനെതിരെ മുന്നോട്ട് വരാൻ കാരണം വളരെ ഗൗരവവുമാണ്, ശ്രദ്ധേയവുമാണ്. അതിലൊന്ന്, ഇന്ത്യയിലെ ബിരുദധാരികൾക്കിടയിൽ ഉയർന്നു വന്ന തൊഴിലില്ലായ്മയും നീറ്റ് ഉൾപ്പെടെയുള്ള മത്സര പരീക്ഷകളിലെ ചോദ്യപേപ്പർ ചോർച്ചയുമാണ്. ഇത് കാരണം മാനസിക സമ്മർദ്ദത്തിലായി 20ഓളം വിദ്യാർത്ഥികൾ ആത്മഹത്യ ചെയ്ത സാഹചര്യവുമാണ്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് CJP മുന്നോട്ടിറങ്ങുമ്പോൾ പരീക്ഷാ തട്ടിപ്പുകളുടെ പശ്ചാത്തലത്തിൽ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കണമെന്നും പരീക്ഷാ സംവിധാനത്തിന് കൃത്യമായ സുതാര്യതയും അക്കൗണ്ടബിലിറ്റിയും ഉറപ്പാക്കണമെന്നാണ്. എന്നാൽ അഭിജിത് ദീപ്കെ എന്ന വിദ്യാർത്ഥി നേതാവ് മുന്നോട്ട് വച്ച ഈ ആവശ്യം ന്യായമായിരുന്നു. കാരണം ചോദ്യപേപ്പർ ചോർച്ചയുടെ തുടർച്ചയും വിദ്യാർത്ഥി മരണത്തിന്റെ തുടർച്ചയുമാണ് കാരണം. ചോദ്യപേപ്പർ ചോർച്ച കാരണം ജീവനൊടുക്കിയ വിദ്യാർത്ഥികളുടെ കുടുംബത്തിന് 1 കോടി രൂപ നഷ്ടപരിഹാരം കൊടുക്കണമെന്നും CJP ആവശ്യപ്പെട്ടു. മാത്രമല്ല, CJP ഒരു കാര്യം കൂടി മുന്നോട്ട് വച്ചിരുന്നു. CJP സഹായിക്കാൻ എത്തിയ സോനം വാങ്ചുക്കിനെ അറസ്റ്റ് ചെയ്തതും അദ്ദേഹത്തെ ഉടനെ തന്നെ മോചിപ്പിക്കണമെന്നും ആവശ്യപ്പെട്ടിരുന്നു. CJPയുടെ ഈ ആവശ്യങ്ങൾ എല്ലാം ന്യായമാണെങ്കിലും കേന്ദ്ര സർക്കാരിനോട് ഈ ആവശ്യങ്ങൾ ഉന്നയിച്ച രീതിയിലാണ് മാറ്റം വേണ്ടിയിരുന്നത്. അവിടെ രാഷ്ട്രീയമായ ഇടപെടലുകൾ വന്നതോടെ പ്രതിഷേധ സമരത്തിന്റെ സ്വഭാവം മാറുകയായിരുന്നു. സമരരംഗത്തേക്ക് പ്രതിപക്ഷ നേതാവായ രാഹുൽ ഗാന്ധി, സോണിയാഗാന്ധി, KC വേണുഗോപാൽ, DK ശിവകുമാറിന്റെയും വരവ് CJPയുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്നിടത്ത് മാത്രമല്ല ശ്രദ്ധ കേന്ദ്രീകരിച്ചത്. വിദ്യാർത്ഥി പ്രസ്ഥാനത്തെ പിന്തുണച്ചുകൊണ്ട് രാഷ്ട്രീയ പകപോക്കലിന്റെ ഒരു സ്വഭാവം തെളിയുകയായിരുന്നു. വേണമെങ്കിൽ ഇതേ പ്രതിപക്ഷത്തിന് തന്നെ വിദ്യാർത്ഥികളുടെ ഭാവിയെ ബാധിക്കുന്ന ഈ പ്രശ്നം ആരംഭിച്ച സമയത്ത് തന്നെ കേന്ദ്ര സർക്കാരുമായി ചർച്ച നടത്തി രമ്യമായി പരിഹരിക്കാനുള്ള സമയമുണ്ടായിരുന്നു. കാരണം ഈ സമരം തുടങ്ങിയിട്ട് ഇന്നേക്ക് 40 ദിവസം കഴിഞ്ഞിരിക്കുകയാണ്. അത്തരത്തിലൊരു നടപടി സ്വീകരിക്കാതെ പ്രതിപക്ഷ പാർട്ടികൾ വിദ്യാർത്ഥി പ്രസ്ഥാനത്തോട് ചേർന്ന് നിന്നുകൊണ്ട് ക്രൂരമായ സമരമുറകളിലേക്ക് ഇറങ്ങിയത് തികച്ചും അംഗീകരിക്കാൻ പറ്റാത്ത ഒന്നും തന്നെയാണ്. ഇനി ഈ വിഷയത്തിൽ സർക്കാർ എന്ത് നിലപാടാണ് എടുത്തതെന്ന് നോക്കാം. തുടർച്ചയായി ഈ പരീക്ഷാ ക്രമക്കേട് ഉണ്ടായിട്ടും അതിന്റെ ഉത്തരവാദിത്വം വഹിക്കുന്ന മന്ത്രി എന്ന നിലയിൽ ധർമ്മേന്ദ്ര പ്രധാനെ ആ സ്ഥാനത്ത് നിന്ന് മാറ്റി മറ്റൊരാളെ ആ ചുമതല ഏൽപ്പിക്കാൻ കേന്ദ്ര സർക്കാർ തയ്യാറാകാതെ ഇരുന്നത് ഈ വിഷയത്തെ നിസ്സാരവൽക്കരിക്കുന്നതിന്റെ ഉത്തമമായ തെളിവാണ്. വിദ്യാഭ്യാസ മന്ത്രിയെ പൂർണ്ണമായി സംരക്ഷിക്കുന്ന നിലപാട് NDA ഗവൺമെന്റ് എടുത്തത് ചോദ്യപേപ്പർ ചോർച്ചയും 20ഓളം വിദ്യാർത്ഥികളുടെ മരണവും അവഗണിക്കാൻ പാടില്ലാത്ത ചർച്ചയിലൂടെ രമ്യമായി പരിഗണിക്കാൻ കഴിയുന്ന വിഷയമാണ്. പിന്നെ എന്തുകൊണ്ടാണ് കേന്ദ്ര സർക്കാർ തയ്യാറാകാതിരുന്നത്? പ്രതിഷേധത്തിന്റെ സ്വഭാവം രാഷ്ട്രീയമായി മാറിയപ്പോൾ മുദ്രാവാക്യങ്ങളുടെ സ്വഭാവം മാറുകയായിരുന്നു. CJPയുടെ സമരമുഖത്ത് ആദ്യം മുഴങ്ങിക്കേട്ടത് വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കണമെന്നായിരുന്നെങ്കിൽ സമരം രൂക്ഷമായതോടെ മുദ്രാവാക്യം മാറുകയായിരുന്നു. പ്രധാനമന്ത്രി രാജിവെക്കണമെന്ന തരത്തിലേക്ക് ചർച്ചകളെ വഴിതിരിച്ചു വിട്ടത് പ്രതിപക്ഷത്തിന്റെ രാഷ്ട്രീയമായ ഇടപെടൽ കൊണ്ടാണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുകയാണ്. ദിലീപിന്റെ ലയൺ എന്ന സിനിമയിൽ ദിലീപ് ആഭ്യന്തരമന്ത്രിയാക്കാനുള്ള ചർച്ച നടക്കുമ്പോൾ സർക്കാർ പോലും രൂപീകരിക്കാത്ത ചർച്ചയിൽ അതിലെ ഒരു അംഗം മുഖ്യമന്ത്രി രാജിവെക്കണമെന്ന് പറഞ്ഞതുപോലെയാണ് ഇവിടെ പ്രധാനമന്ത്രി രാജിവെക്കണമെന്ന ആവശ്യത്തെ മുന്നോട്ട് വെച്ചത്. പരസ്പര വിരുദ്ധമായൊരു സ്റ്റേറ്റ്മെന്റായി മാത്രമേ ഇതിനെ കാണാൻ കഴിയൂ. ഇനി സമരരംഗം. പ്രതിഷേധ രംഗത്ത് പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടായ നീക്കങ്ങൾ ദൗർഭാഗ്യകരവും അത്യന്തം ഗൗരവമുള്ളതുമാണ്. എന്തുകൊണ്ട് പോലീസ് ദൗർഭാഗ്യകരമായി ഇടപെട്ടു എന്ന് ചോദിച്ചാൽ പ്രതിഷേധം ജനാധിപത്യമായിരുന്നില്ല എന്നേ പറയാൻ കഴിയൂ. ഒരു സമരമുണ്ടാകുമ്പോൾ ഉണ്ടാകുന്ന പോലീസിന്റെ നിയന്ത്രണങ്ങളെ അതിക്രമിച്ചുകൊണ്ടാണ് പാർലമെന്റിലേക്ക് വിദ്യാർത്ഥികൾ അതിക്രമിച്ചു കയറിയത്. അതിൽ പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടികളുടെ ഇടപെടൽ കൂടി വന്നപ്പോൾ CJP എന്ന വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന് അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റുക എന്ന ആവശ്യത്തെക്കാൾ
സമരത്തെ വിജയിപ്പിക്കുക എന്ന രീതിയിൽ അതിന്റെ സ്വഭാവം മാറി. വിദ്യാർത്ഥികൾ പോലീസിനെയും അവരുടെ വാഹനങ്ങളെയും കൈവച്ചതോടെ അവർക്ക് പിടിച്ചു നിൽക്കാൻ സാധിച്ചില്ല. പോലീസ് ക്രൂരമായ അടിച്ചമർത്തത്തിലൂടെ മുന്നോട്ടു പോയി. ആരുടെ രാഷ്ട്രീയ നേട്ടത്തിനു വേണ്ടിയാണ് ഇത്തരത്തിലൊരു സമരമുഖം ഇന്ദ്രപ്രസ്ഥത്തിൽ ഒരുങ്ങിയത്? എന്തുകൊണ്ട് കേന്ദ്ര സർക്കാരിന് വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന്റെ ആവശ്യങ്ങൾ അംഗീകരിക്കാതെ മാറി നിൽക്കേണ്ടി വരുന്നു? ചുരുക്കത്തിൽ, ചോദ്യപേപ്പർ ചോർച്ചയ്ക്കും തൊഴിലില്ലായ്മയ്ക്കുമെതിരെ ഉയർന്നു വന്ന വിദ്യാർത്ഥികളുടെ ന്യായമായ ശബ്ദം രാഷ്ട്രീയ കക്ഷികളുടെ അജണ്ടകൾക്കും ഭരണകൂടത്തിന്റെ പിടിവാശികൾക്കുമിടയിൽ പന്താടപ്പെടുകയാണ്. ഭരണകൂടത്തിന്റെ ഉത്തരവാദിത്വമില്ലായ്മയും പ്രതിപക്ഷത്തിന്റെ അനാവശ്യ രാഷ്ട്രീയ മുതലെടുപ്പും പോലീസിന്റെ അടിച്ചമർത്തലും ചേർന്ന ഒരു ജനാധിപത്യ രാജ്യത്തിന് തീരെ ചേരാത്ത ചിത്രമാണ് ഇവിടെ വരച്ചിട്ടത്. ഇതിലൊടുവിൽ തിരിച്ചടി നേരിട്ടതാകട്ടെ തങ്ങളുടെ ഭാവി സുരക്ഷിതമാക്കാൻ പോരാടിയ നിഷ്കളങ്കരായ ഒരു കൂട്ടം വിദ്യാർത്ഥികൾക്ക് മാത്രവും. ഇവിടെ തോറ്റത് സർക്കാരോ പ്രതിപക്ഷമോ അല്ല. ഭാവി സുരക്ഷിതമാക്കാൻ തെരുവിലിറങ്ങി ഒടുവിൽ രാഷ്ട്രീയ വാശിക്കും പോലീസിന്റെ ലാത്തിക്കും ഇരയാകേണ്ടി വന്ന ഇവിടുത്തെ വിദ്യാർത്ഥികളും തകർന്നുപോയ അവരുടെ പ്രതീക്ഷകളുമാണ്. ജനാധിപത്യത്തിന്റെ ശ്രീകോവിലിനു മുന്നിൽ എഴുതി ചേർക്കപ്പെട്ട ഈ കറുത്ത അധ്യായം വരും തലമുറകൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകാൻ ഭരണാധികാരികൾക്ക് കഴിഞ്ഞേക്കില്ല.